ഹായ് ഗൈസ്, ഞാൻ ഇന്നൊരു അപ്ഡേഷനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 40 ദിവസത്തോളമായി. 40 ദിവസം കഴിഞ്ഞു. ഞാൻ 37ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഷോർട്സ് പോലെ ഒരു വീഡിയോ, ഞാൻ ഒരു 10 മിനിറ്റ് ഏകദേശം ഉള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ഏകദേശം 40 ദിവസമായി. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസം ഞാൻ ശ്രദ്ധിച്ചൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹെയർ ലൈൻ പോർഷൻ, അതിൻ്റെ ഞാൻ ഹെയർ ലൈൻ സെറ്റ് ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞിരുന്നത് ഈ ഒരു രീതിയിലാണ്. എൻ്റെ പ്രീവിയസ് വീഡിയോ നോക്കിയാൽ മതി. ഈ ഒരു വീഡിയോയിലാണ് ഞാൻ ഹെയർ ലൈൻ സെറ്റ് ചെയ്തിരുന്നത്, ഇങ്ങനെ നിരപ്പായിട്ട്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഹെയർ ലൈനിൽ നിന്ന് മുടി നല്ലപോലെ പൊഴിഞ്ഞിട്ട് ആ ഹെയർ ലൈൻ്റെ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ മാറിയിട്ട് ഹെയർ ലൈൻ കുറച്ച് മേലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് നിങ്ങളുടെ മുന്നിൽ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്നെ കുറേ പേര് വിളിക്കുന്നുണ്ട് ഈ ഹെയർ ലൈൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട്. കാര്യം മുടി വെച്ചു, അപ്പം ഹെയർ ലൈൻ മുടി നല്ലപോലെ ഹെയർ ലൈനിൽ നിന്ന് കയറി കഴിഞ്ഞപ്പം ആ ഹെയർ ലൈൻ ആ ക്ലിനിക്കാർ സെറ്റ് ചെയ്ത പോലെ അല്ല ആ മുടിയുടെ ആ ഹെയർ ലൈൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കും ഇപ്പോൾ ഇതുപോലെ തന്നെ മുടി പൊഴിയുന്നുണ്ട്, ഹെയർ ലൈനിൽ നിന്ന് മേലോട്ട് തന്നെ കയറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ടാണ്. കഴിഞ്ഞ ഒരു 2 ദിവസം കൊണ്ട് തല തോർത്തുമ്പോഴൊക്കെ നല്ലപോലെ മുടി നമ്മുടെ പൊഴിഞ്ഞ് വെള്ളത്തിൽ വീഴുന്നുണ്ട്. അപ്പോൾ പലർക്കും ഉള്ളൊരു പേടിയാണ് ഇപ്പം ഞാൻ ഈ പറയുന്നത്. അപ്പം ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 40 ദിവസം കഴിഞ്ഞ് നമ്മുടെ മുടി നല്ലപോലെ പൊഴിയും. ചിലപ്പം അത് ഹെയർ ലൈനിൽ നിന്നൊക്കെ നല്ലപോലെ മുടി പൊഴിഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഈ പൊഴിഞ്ഞ മുടിയല്ല, നമ്മുടെ ഈ വെച്ച മുടി കംപ്ലീറ്റ് നമ്മുടെ പോവും. പയ്യെ ഒറ്റയടിക്ക് പോകത്തില്ല. ഒരു 50 ദിവസത്തിനിടയ്ക്ക് പയ്യെ ഗ്രാജുവലായിട്ട് ഈ മുടി പൊഴിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ, ഈ പൊഴിഞ്ഞ മുടി പിന്നെയും കിളുക്കുമെന്നാണ്. പക്ഷേ ഈ പൊഴിഞ്ഞ മുടി പിന്നെയും കിളുക്കും. അതിന് കൃത്യമായിട്ടുള്ള റിക്കവറി ടൈം വേണം നമ്മുടെ ഹെയർ ഫോളിക്കിളിന്. ഇപ്പോൾ ഈ മുടി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 60 ദിവസം എടുക്കും നമ്മുടെ ഈ വെച്ച മുടി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ തലയിൽ നിന്ന് പൊഴിയാൻ. ഈ 60 ദിവസം കഴിഞ്ഞ് പിന്നീട് ആ 60 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ പ്രോസസ്സ് തുടങ്ങത്തുള്ളൂ. അതുവരെ നമ്മൾ കൃത്യമായിട്ടുള്ള മരുന്നും കാര്യങ്ങളും അവിടെ തന്നിരിക്കുമ്പോൾ കറക്റ്റായിട്ട് കഴിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് പലരുടെ ഹെയർ ലൈൻ കയറാം. വെച്ച മുടി ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയ പോലെ തന്നെ ആയിരിക്കണമെന്നില്ല. പലയിടത്തും നെറ്റ് കയറും, നമ്മുടെ ക്രൗൺ ഏരിയ വെച്ചിട്ട് ക്രൗൺ ഏരിയ പൊഴിയും, സെൻറ്ററിൽ നിന്ന് മിഡിൽ പോർഷനിൽ നിന്ന് പൊഴിയും. അങ്ങനെ പല അനുഭവങ്ങളും വരും. എനിക്കിത് കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത് ഒരു 2 ദിവസം മുന്നെയാണ്. ഏകദേശം ഒരു 40 ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഇന്നലെ ഒരു ഫംഗ്ഷന് ഞാനിവിടെ പോയായിരുന്നു. അപ്പോൾ ഫംഗ്ഷന് പോയി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ നെറ്റ് നല്ലപോലെ കയറി. കാര്യം വെച്ച പോലെ തന്നെ നമ്മുടെ ആ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി നമ്മൾ വെച്ച രീതി നമ്മൾ കണ്ണാടി നോക്കിയ പോലെയല്ല നമുക്കത് കാണാൻ പറ്റും. നല്ലപോലെ കയറിയിട്ട് നമുക്ക് തന്നെ തോന്നി ഇതേ നമ്മുടെ വെച്ച ഹെയർ ലൈൻ അവിടെ ഇല്ലല്ലോ, അതുപോലല്ലോ. പക്ഷേ ഇതെല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഇത് ഓർത്ത് ആരും പേടിക്കരുത്. ഇത് എല്ലാവർക്കും ഉണ്ടാവും. ട്രാൻസ്പ്ലാന്റ് ചെയ്ത എല്ലാവർക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതാണ്. ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, കുറേ പേർക്കൊരു ഡൗട്ട് ഉണ്ട് ഈ ഹെയർ ലൈൻ്റെ കാര്യം തന്നെ. നമ്മൾ വെച്ചൊരു ഹെയർ ലൈൻ ആയിരിക്കത്തില്ല നമുക്കൊരു 40 ദിവസം കഴിയുമ്പോൾ അവിടുന്ന് കുറേ മുടി നമ്മുടെ പൊഴിഞ്ഞു പോകും. ആ പൊഴിഞ്ഞു പോകുന്ന മുടി കാരണം നമുക്ക് അതൊരു എന്താ പറയുന്നത്, കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ഇതുപോലെ അല്ലല്ലോ വെച്ചെന്ന് മിക്കവർക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് മിക്കവരും ചിലർ എന്നെ വിളിക്കുന്നുണ്ട് ഈ ഹെയർ ലൈൻ്റെ കാര്യം ചോദിച്ചാൽ. നേരത്തെ പറഞ്ഞ പോലെ മുടി അവിടുന്ന് കയറിപ്പോയി, ഈ സൈഡിൽ നിന്ന് കയറിപ്പോയി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടൻ ഇത് വെച്ച് കഴിഞ്ഞത് ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിത് എക്സ്പീരിയൻസ് നല്ലപോലെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടാനുള്ളൊരു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ വേറെ കാര്യം, നമ്മൾ മെഡിസിൻ കൃത്യമായിട്ട് കഴിക്കണം. ഈ ഒരു പൊഴിന്ന് വെച്ച് നമ്മൾ പേടിക്കേണ്ടതായ ടെൻഷൻ എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ഒരു 2 മാസം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു 2 മാസം കഴിയുമ്പം ഈ മുടി മുഴുവൻ പൂർണ്ണമായിട്ട് പോയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മുടി നമ്മുടെ തലയിൽ ഗ്രോത്ത് ചെയ്യുമെന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം തന്നെ കുറേ പേര് ചെയ്ത് അവരുടെ റിസൾട്ട് തന്നെയാണ് ഞാനിത് പോയി ചെയ്തത്. അവരും ഇതുപോലെ തന്നെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. കാര്യം ഈ മുടികളെല്ലാം നമ്മുടെ പോവും, അത് ഓർത്ത് ടെൻഷൻ വേണ്ട. ഒരു 2 മാസം കഴിയുമ്പം ഇതിൻ്റെ ഒരു ഗ്രോത്ത് പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഹെയർ ഫോളിക്കിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള മുടി നമുക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ മുടി പൊഴിയുന്ന ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ശരി, ഞാൻ എൻ്റെ ഒരു പുത്തൻ അപ്ഡേഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഓക്കെ, ബൈ.